കാലത്ത് തന്നെ നേരം വെളുക്കാനുള്ള ഈശ്വര എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇന്ന് So you എണീറ്റത്. should keep in mind that you need to explain something to an audience. ഇതായിരുന്നു ഇന്നത്തെ പ്രശ്നം. രാവിലെ 8 മണി തൊട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. അങ്ങനെ 7 മണിക്ക് വലിച്ച് അലാം മാറ്റി 7:30-ക്ക് വെച്ച് പിന്നീട് 7:55-ന് വെച്ച് എങ്ങനെയൊക്കെയോ കണ്ണും തുറന്ന് എണീറ്റ് 8 മണിയായപ്പോൾ. ആ 8 മണി തൊട്ടോ 8:30, 9 മണി, 10 മണി വരെ ഇരുന്ന് ഈ വാവ് ഒളിച്ച് കളിക്കുന്നതല്ലാണ്ട് എൻ്റെ ശ്രദ്ധയൊന്നും ക്ലാസ്സിലോട്ട് പോയില്ല. അതിനുശേഷം 9:30-ക്ക് കിട്ടിയ ബ്രേക്കിനാണ് നമ്മൾ പോയി പല്ലും തേച്ച് നമ്മുടെ രാവിലത്തെ എനർജി ബൂസ്റ്ററും കൊണ്ട് ഇറങ്ങുന്നത്. ഇപ്പം നിങ്ങളോർക്കും ഈ പെണ്ണിനൊക്കെ ഇരുന്ന് പഠിച്ചുകൂടിയെന്ന്. ബട്ട് അങ്ങനെയല്ല, ഈ എടുക്കുന്ന ക്ലാസ് ഫുള്ള് റെക്കോർഡഡ് സെക്ഷനായിട്ട് നമുക്ക് കിട്ടും. എന്നാലും ക്ലാസ് മാൻഡറ്ററിയാണ്. അങ്ങനെ 2 മണിക്കൂറത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഗൂഗിൾ മീറ്റ് എൻഡ് ചെയ്യുന്ന ടൈമിൽ പുറത്ത് വരാൻ. ചറ പറ വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ആദ്യത്തെ അംഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അംഗത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഫുഡും കഴിച്ച് വന്നിട്ട് അല്ലറ ചില്ലറ റൂമിലുള്ള തക്കിട പരിപാടി സ്റ്റൈലാണ് അടുത്തത്. ഈ ഇരുന്ന് തുന്നിക്കൂട്ടുന്ന സാധനമുണ്ടോ? ഇതിൻ്റെ ജീവിത പ്രശ്നമാണ്. സാധാരണ പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, നമുക്ക് നമ്മുടെ സ്വന്തം സൈസിന് ജീൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആഗോളപരമായ പ്രശ്നമാണ്. അങ്ങനെ വീട്ടുകാരെ കയ്യെ കാലെ പിടിച്ച് നാട്ടിൽ നിന്നൊരു പുതിയ ജീൻസ് ഞാനിങ്ങോട്ട് കെട്ടിയെടുത്താണ്. ആശാൻ ഇവിടെ വന്ന് ഞാനൊരു 2 പ്രാവശ്യം ഇട്ടു. 3-ാമത്തെ പ്രാവശ്യം ഇപ്പം ഞാനൊന്ന് വലിച്ചു കയറ്റിയപ്പോൾ അതിൻ്റെ ബാക്കിലെ ബക്കിള് പൊട്ടി അതങ്ങോട്ട് കീറിപ്പോയി. അവനെ ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കാത്തതുകൊണ്ട് ഞാനൊന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ അതാണല്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത സംരംഭം എന്ന് പറയുന്നത്, കുറേ നാളായിട്ട് ഇവിടെ ഉണങ്ങി മരിച്ച് മണ്ണടിയാറായ എൻ്റെ തുണി മടക്കി വെക്കാൻ ഞാനിന്ന് തീരുമാനിച്ചു. എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കും, ഇതുവരെ ഇത് മടക്കാറായില്ലേന്ന്. അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിച്ച് ഇന്ന് തുണി മടക്കി കൂട്ടിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് അജണ്ട എന്ന് പറയുന്നത് നമ്മളിരുന്ന് നോട്ട്സ് എടുക്കണം. ഇന്ന് രാവിലെ ഒരു സെറ്റ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആക്ച്വലി ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവർ പറഞ്ഞത് കംപ്ലീറ്റ്ലി ക്ലാസ് നമ്മൾ ഓൺലൈൻ ആക്കിയെന്ന്. അങ്ങനെ നോട്ട്സ് എടുക്കൽ പരമായിട്ട് അത് നമുക്കിന്ന് കുറച്ച് പ്രതിരോധശേഷിനെ പറ്റിയുള്ള നോട്ട്സ് എടുപ്പാണ്. ചില്ലർ നോട്ട്സൊന്നുമല്ല. അതിൻ്റെ ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഈ ഒരു 356 സ്ലൈഡ്സാണ്. അതിൽ നിന്നാണ് നോട്ട്സ് എടുക്കേണ്ടത്. ഈ ക്ലാസ് തുടങ്ങി ഒരു കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ മെയിനായിട്ട് എംഫസൈസ് ചെയ്തൊരു കാര്യം എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് 2019 ആദ്യമായിട്ട് കൊറോണ വന്നത്. അങ്ങ് 2003 തൊട്ടേ കൊറോണ ഔട്ട് ബ്രേക്ക് ഉണ്ട്. നമ്മളത് അറിയാണ്ട് പോയതാണ്. പണ്ട് പാത്രം കൊട്ടി ഓടിച്ച കൊറോണ ഇനി വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി, എല്ലാം ശരിയാവും.